തുള്ളിച്ചാടി വീഡിയോ ചെയ്ത് എന്റെ ഈ കസേരയുടെ കാര്യത്തിൽ ഏകദേശം തീരുമാനമായി. ഒരു ദിവസത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്നത് എന്റെ സ്റ്റുഡിയോയിലെ ചെയറിലാണ്. ഈ ചെയർ അപ്ഗ്രേഡ് ചെയ്യാൻ സമയമായി. ഇനി മുതൽ ഇവനായിരിക്കും എന്റെ സ്റ്റുഡിയോ ഭരിക്കാൻ പോകുന്നത്. ആക്ച്വലി അൺബോക്സിംഗ് എക്സ്പീരിയൻസ് വളരെ രസമുള്ള പരിപാടിയായിരുന്നു. നമ്മൾ ലീതൽ ബ്ലാക്കിന്റെ എലൈറ്റ് റേസിംഗ് എന്ന് പറഞ്ഞൊരു ഗെയിമിംഗ് ചെയർ ആണ് പർച്ചേസ് ചെയ്തത്. പെട്ടിക്കകത്ത് നമുക്ക് അസംബിൾ ചെയ്യേണ്ട സാധനങ്ങളെല്ലാം വളരെ ഓർഗനൈസ് ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു. ഓരോന്നോരോന്നായിട്ട് പുറത്തെടുത്ത സമയത്ത് എക്സൈറ്റ്മെന്റ് കൂടി വരുമായിരുന്നു. ലൈഫിൽ ആദ്യത്തെ ഗെയിമിംഗ് ചെയർ ഉപയോഗിക്കാൻ പോകുന്ന എക്സൈറ്റ്മെന്റ് അന്ന് കൂട്ടിക്കോ. ഇതൊരു സൈഡിൽ നിന്ന് തുടങ്ങണമല്ലോ. അസംബ്ലി മാനുവൽ വായിച്ച് അങ്ങനെ ടയർ ഇട്ട് ബേസ്മെന്റ് ചെയ്ത് പണി തുടങ്ങി. എല്ലാം നട്ടിലും ബോൾട്ടിലുള്ള പരിപാടിയാണ്. ആദ്യം കുറച്ച് മടിയുണ്ടെങ്കിലും പിന്നെ അങ്ങോട്ടൊരു ക്രൈസായി. യെസ്, അങ്ങനെ നമ്മുടെ ഗെയിമിംഗ് ചെയറിന്റെ ഏകദേശ രൂപമൊക്കെ സെറ്റായി. എന്ത് രസം എന്ന് പറഞ്ഞാൽ ഇരിക്കാൻ എനിക്ക് മെറ്റീരിയൽ ആണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്. ആദ്യം തന്നെ പറയേണ്ടത് ഇതിന്റെ ബിൽഡ് ക്വാളിറ്റിയാണ്. എനിക്ക് ഇരുന്നപ്പോൾ ഇതിനകത്ത് മനസ്സിലായ കാര്യം, ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ എഴുന്നേക്കാൻ തോന്നുന്നില്ല. ഇപ്പൊ ഈ പ്രൈസ് കാറ്റഗറി വരുന്ന മറ്റുള്ള ഗെയിമിംഗ് ചെയർസ് നോക്കുവാണെങ്കിൽ അതിനകത്ത് ആർട്ടിഫിഷ്യൽ ലെതേഴ്സ് ആയിരിക്കും യൂസ് ചെയ്തിരിക്കുന്നത്. പക്ഷെ നമ്മുടെ ലീതൽ ബ്ലാക്കിൽ വരുന്ന ഫാബ്രിക് എന്ന് പറയുന്നത് സത്യം പറയല്ലോ ഒരു പ്രീമിയം സോഫയ്ക്കകത്തിരുന്ന ഫീലാണ്. മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ചൂടത്തിരുന്ന് എത്രത്തോളം പണിയെടുത്താലും നമ്മൾ വിയർക്കത്തില്ല. സ്വെറ്റിന്റെ പരിപാടി ഈ ഒരു ചെയറിലില്ല. ബഡ്ജറ്റിൽ നിങ്ങൾ ഒരു പ്രീമിയം ഫീൽ ചെയ്യുന്ന ഒരു ഗെയിമിംഗ് ചെയർ നോക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ലീതൽ ബ്ലാക്കിന്റെ ഈ ഒരു ഗെയിമിംഗ് ചെയർ കൺസിഡർ ചെയ്യാം. ഈ കാണുന്ന 3 കളറിൽ നമ്മുടെ ലീതൽ ബ്ലാക്ക് അവൈലബിൾ ആണ്. ഇത് മേടിക്കാനുള്ള ലിങ്ക് ഞാൻ എന്റെ ബയോയിൽ കൊടുത്തേക്കാം.